എല്ലാ വിഘ്നങ്ങളെയും മാറ്റുന്ന വിഘ്നേശ്വരനാണ് ഗണപതി ഭഗവാൻ. പുതിയൊരു കാര്യം തുടങ്ങുമ്പോഴോ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോഴോ നാം ആദ്യം സ്മരിക്കുന്നത് ഭഗവാനെയാണ്. ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നാം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് കറുകമാല. ലക്ഷ്മി ദേവിക്ക് താമരയും ശിവന് കൂവളവും പ്രിയപ്പെട്ടതാണെങ്കിൽ ഗണപതി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ ചെറിയ കറുകപ്പുല്ലാണ്. എന്തുകൊണ്ടാണ് ലോകനാഥനായ ഗണപതിക്ക് ഈ നിസാരമെന്ന് തോന്നുന്ന പുല്ല് ഇത്ര പ്രിയപ്പെട്ടതായത്? അതിനു പിന്നിൽ ദേവന്മാരും അസുരന്മാരും ഉൾപ്പെട്ട അതിശയിപ്പിക്കുന്ന ഒരു പുരാണ കഥയുണ്ട്. യുഗങ്ങൾക്കു മുൻപ് ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് അനലാസുരൻ എന്നൊരു അസുരൻ ജീവിച്ചിരുന്നു. അവന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവന്റെ ശരീരമാകെ ആളിക്കത്തുന്ന അഗ്നിയായിരുന്നു. ഭയങ്കരമായ രൂപവും അമിതമായ ശക്തിയും അവനെ അജയ്യനാക്കി. അവൻ കണ്ണു തുറന്നാൽ കണ്ണുകളിൽ നിന്ന് തീജ്വാലകൾ പുറപ്പെടുമായിരുന്നു. അവൻ സംസാരിക്കുമ്പോൾ വായയിൽ നിന്ന് അഗ്നിവർഷമുണ്ടായി. അനലാസുരൻ പോകുന്ന വഴികളിലെ മരങ്ങളും ചെടികളും ജീവജാലങ്ങളും നിമിഷ നേരം കൊണ്ട് വെണ്ണീറായി മാറി. ഋഷിമാരുടെ തപസ്സും യജ്ഞങ്ങളും തകർക്കുകയെന്നതായിരുന്നു അവന്റെ പ്രധാന വിനോദം. ഹോമകുണ്ടങ്ങളിൽ അഗ്നി വർഷിച്ച് അവൻ മുനിമാരെ ദ്രോഹിച്ചു. ദേവലോകം പോലും അവന്റെ ശരീരത്തിലെ ചൂടിൽ വെന്തുരുകി. ഇന്ദ്രനും വരുണനും വായുദേവനും പോലും അവനെ നേരിടാൻ ഭയപ്പെട്ടു പിന്മാറി. ഒടുവിൽ ലോകത്തെ ഈ മഹാവിപത്തിൽ നിന്ന് രക്ഷിക്കാൻ ദേവന്മാർ കൈലാസനാഥനായ പരമശിവനെ അഭയം പ്രാപിച്ചു. എന്നാൽ ലോകത്തിന്റെ തടസ്സങ്ങൾ നീക്കാൻ ഗണപതിയേക്കാൾ കരുത്തനായി മറ്റാരുമില്ലെന്ന് ശിവൻ അവരെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ ദേവന്മാർ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചു. ദേവന്മാരുടെ കഷ്ടപ്പാടുകൾ കണ്ട ഭഗവാൻ ഗണപതി അനലാസുരനെ നേരിടാൻ തയ്യാറായി.